നമസ്കാരം എല്ലാവർക്കും മല്ലു ഹെൽപ്പ് ലൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ഐ ഡി കാർഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നാണ്. ഓൺലൈനായിട്ട് എങ്ങനെ ഹെൽത്ത് ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യാമെന്ന്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതിന് വീഡിയോയിലേക്ക് കിടക്കാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവമാണ് ഹെൽത്ത് ഐ ഡി കാർഡ്. സോ ആദ്യം തന്നെ ഹെൽത്ത് ഐ ഡി കാർഡ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം. പക്ഷെ അതിന് മുന്നേ ആദ്യം വെബ്സൈറ്റ് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ ഹെൽത്ത് ഐ ഡി ജനറേറ്റ് എന്നോ ഹെൽത്ത് ഐ ഡി എന്നോ കൊടുക്കുക. മുന്നേ ഇതിന് ഹെൽത്ത് ഐ ഡി കാർഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതേ ഹെൽത്ത് ഐ ഡി കാർഡ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്ന് പേര് മാറിയിട്ടുണ്ട്. ABHA എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ബേസ് ആയിട്ട് പറഞ്ഞാൽ വെച്ചാൽ ആധാർ കാർഡ് വന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് എനിക്കൊന്നും വയ്യ ആധാർ കാർഡ് എടുക്കാൻ, എന്തിനാണ് ഇങ്ങനെ ഒരു കാർഡ് എടുക്കുന്നത്, എത്രത്തോളം കാർഡ് ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ആധാർ കാർഡ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ടുണ്ട്. ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്കൊരു മനുഷ്യൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്ന അവസ്ഥയിലേക്ക് ആധാർ കാർഡ് മാറിയിരുന്നു. വളരെ ഒരു സുപ്രധാനമായ നടപടിയായിരുന്നു ഈ ആധാർ കാർഡ് വന്നത്. അതുപോലെ ഉള്ള ഒരു സുപ്രധാനമായ നടപടിയാണ് ഈ ഹെൽത്ത് ഐ ഡി. ഇത് ഒരുപാട് രാജ്യങ്ങളിൽ മുമ്പ് തന്നെ ഉള്ളതാണ്. നമ്മളിപ്പോഴാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ പോയി, ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പല ചികിത്സയിൽ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ മാറി വേറെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ പോയി നമ്മളുടെ മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹെൽത്ത് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഹെൽത്ത് ഐ ഡി നമ്പർ ഉപയോഗിച്ചോ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റ വിവരങ്ങൾ നമുക്ക് ആ പുതിയ ഹോസ്പിറ്റലിൽ നമുക്ക് അറിയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ എത്ര നേരം നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഒക്കെ ഡോക്ടറെ കാണും, ഇങ്ങനെ സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഈ ഹെൽത്ത് ഐ ഡി കാർഡ് ഉപയോഗിക്കുന്നത് തന്നെ. അതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഭാവിയിൽ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, ആരോഗ്യപരമായുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഐ ഡി കാർഡിൽ ലിങ്ക്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ മരുന്ന് മേടിക്കുകയാട്ടെ, ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ചികിത്സയ്ക്ക് വെറുതെ പോവുകയാണ്, നമ്മുടെ കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഹെൽത്ത് ഐ ഡി കാർഡ് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്ത് മെഡിക്കൽ റെക്കോർഡ്സിലും ഒരു വൺ പ്ലേസിലാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഹെൽത്ത് ഐ ഡി കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വലിയ പ്രോസസ്സ് ഒന്നും അല്ല, എത്രയും തന്നെ എളുപ്പത്തിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക, ഹെൽത്ത് ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യുക, വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന ഇതേ വെബ്സൈറ്റിൽ നമുക്ക് ജനറേറ്റ് വിയ ആധാർ, ജനറേറ്റ് വിയ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം. അതിന് താഴെയായിട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഐ ഡീസ്, ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് മൈ ഐ ഡി ഫോർ ക്രിയേറ്റിംഗ് ആൽഫ. അതായത് ഒന്നില്ലെങ്കിൽ ആധാർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊരു ഐ ഡി ഇല്ല, എൻ്റെ ഐ ഡി യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഓപ്ഷൻ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ ഉപയോഗിച്ചുള്ള ലിങ്കാണ്. ഞാൻ പറയുകയാണെങ്കിൽ വെച്ചാൽ അത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ എന്തായാലും നമ്മളിത് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം വന്ന് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തായാലും വരുന്നതായിരിക്കും. അതുകൊണ്ട് മെയിനായിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആധാർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ജനറേറ്റ് വിയ ആധാർ എന്ന് കൊടുത്താൽ നമ്മുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഐ എഗ്രി എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഓപ്ഷൻസ് മൊത്തം ചെയ്യാം. ഓക്കെ, നമ്മൾ ആധാർ നമ്പർ ഉപയോഗിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്താൽ അടുത്ത സെക്ഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ഇത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആധാറിലുള്ള മൊബൈൽ നമ്പർ തന്നെ എൻ്റർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേറെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണമെങ്കിൽ അത് എൻ്റർ ചെയ്യാം. ഞാൻ എന്തായാലും ഇവിടെ ഈ വ്യക്തിയുടെ ആധാറുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് ലിങ്ക് ചെയ്യുന്നത്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് OTP കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ ബേസ്ഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വരുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. അതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ, ഓൾറെഡി ആധാറുള്ള ഫോട്ടോ തന്നെ വരുന്നതായിരിക്കും. പേര് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ജെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം ഇവിടെ താഴെ വരുന്ന സമയത്ത് ABHA അല്ലെങ്കിൽ PHR അഡ്രസ്, ABHA അല്ലെങ്കിൽ PHR അഡ്രസ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അഡ്രസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ നമ്മുടെ GPay, നമ്മുടെ UPI ID ഉണ്ടല്ലോ, അല്ലെങ്കിൽ Paytm നമ്മുടെ മൊബൈൽ നമ്പർ @Paytm, അങ്ങനെ ഒരു സംഭവമാണ്. അതായത് ഇവിടെ നമുക്ക് വരുന്ന അറ്റിന് ശേഷം ndhm എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓപ്ഷനാണ് വരിക. അതിന് മുന്നേ ഉള്ള പേര് നമുക്ക് സെലക്ട് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പേര്
ചുമ്മാ മനോജ് എന്ന് കൊടുത്തു എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിക്കും യൂസർ നെയിം മനോജ് ഈസ് ഓൾറെഡി ടേക്കൻ. അതായത് നമ്മൾ ഓൾറെഡി ഒരുപാട് പേര് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണിക്കുന്ന എന്താണോ അവൈലബിൾ ആണത് അത് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ വേറൊരു പേര് തൽക്കാലത്തേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അത് അവൈലബിൾ ആണ്. അത് കൊടുത്തതിന് ശേഷം അവൈലബിൾ. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഞാനൊരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കാണിക്കും, സ്റ്റേറ്റ് കാണിക്കും, ഇത്രയും ഡീറ്റെയിൽ കാണിക്കും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആണോ എന്ന് ഒരു തവണ കൂടെ ചെക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ ഹെൽത്ത് ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യുക. കാർഡ് ഇവിടെ വരുന്നതായിരിക്കും. ഈ കാർഡിൽ ഒരു QR കോഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കൊരു കാർഡ് മാറിയെടുത്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ തന്നെ വെക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ സംഭവിച്ചത്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ QR കോഡ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കൗണ്ട് എഡിറ്റ് ചെയ്യാൻ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ബെനിഫിറ്റ് കാര്യമൊന്നും ഇല്ലെങ്കിലും ഇത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നത് വളരെ എളുപ്പമുള്ള പ്രോസസ്സാണ്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിലിപ്പോൾ തൽക്കാലം ഡേറ്റ എൻ്റർ ആവുന്ന ഓപ്ഷൻ മുന്നേ ഭാവിയിൽ ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഇത് മാൻഡേറ്റഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വന്നേക്കാം. അതായത് നിങ്ങളെ ID കാർഡ്, നിങ്ങളുടെ ആധാർ ID കൊടുക്കുന്നു, ഈ ആധാറിലേക്ക് എല്ലാ ഡീറ്റെയിലും മാൻഡേറ്റ് ആയിട്ട് കൊടുക്കണം, ഹെൽത്ത് ഐഡിയിലേക്ക് കൊടുക്കണം എന്നുണ്ടാവാം. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹെൽത്ത് ഐഡിയിലേക്ക് അവരുടെ ഡേറ്റ അവർ സാധാരണ രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തരാറില്ല. അവരുടെ ഡേറ്റ ഈ ഹെൽത്ത് ഐഡിയിലേക്ക് എൻ്റർ ചെയ്യാൻ നിങ്ങൾ പറയുക. നിങ്ങളുടെ ഹെൽത്ത് ID കൊടുത്ത് ഇതിലേക്ക് ഈ ഡീറ്റെയിൽസ് മൊത്തം എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുക. എവിടെ പോയാലും അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പം അതിലുണ്ടാവും. പക്ഷെ ഭാവിയിൽ അത് മാറ്റും, തീർച്ചയായിട്ടും മാറ്റുന്നതായിരിക്കും. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ് ആക്കാനുള്ള പല ഓപ്ഷൻസും കൊണ്ടുവരുന്നതായിരിക്കും ഗവൺമെന്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഹെൽത്ത് ID കാർഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് കാർഡ്, നമ്മുടെ ആയുഷ്മാൻ ഭാരതിന്റെ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാർഡും ഹെൽത്ത് ID കാർഡും വേറെയാണ്. ഇത് ഹെൽത്ത് ID കാർഡ് മാത്രമാണ്, ഇൻഷുറൻസ് ഇതൊന്നും ലഭിക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഇൻഫർമേഷൻ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാന്ന് കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് പരിചയമുള്ള ആൾക്കാർ നമ്മളോട് പറയണ്ടായി. അതായത് ഈ ഇൻഷുറൻസിന്റെ കാർഡ് ഞങ്ങൾ ജനറേറ്റ് ചെയ്തരാന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ 100ഉം 200ഉം വാങ്ങിയിട്ട് ഈ ഹെൽത്ത് ID കാർഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി കുറച്ച് പേര് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഹെൽത്ത് ID കാർഡും ഇൻഷുറൻസിന്റെ കാർഡ്, നമുക്ക് ആയുഷ്മാൻ ഭാരതിന്റെ ഇൻഷുറൻസും വേറെയാണ്. ഇത് ഹെൽത്ത് ID നിങ്ങളുടെ ആരോഗ്യപര വിവരങ്ങൾ മൊത്തം സ്റ്റോർ ചെയ്യുന്ന ഒരു ID ഓപ്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പക്ഷെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടുതൽ വേണം. ഓക്കെ, എന്തായാലും ഓക്കെ, ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.